3215 ദിവസം, 833 രേഖകൾ, 261 സാക്ഷികൾ, 188-ലധികം തുണ്ടിമുതലുകൾ. ഇതെല്ലാം പരിശോധിച്ച് 28 സാക്ഷികൾ ദിലീപിന്റെ പക്ഷത്തേക്ക് കൂറുമാറിയ കേസ്. ഈ കേസിലാണ് ഇന്നിപ്പോൾ വിധി വരാൻ പോകുന്നത്. ദിലീപ് ഉടൻ കോടതിയിലേക്ക് പുറപ്പെടും. ദിലീപിന്റെ വീടിന് മുന്നിൽ ഞങ്ങളുടെ പ്രതിനിധി മുബഷീറുണ്ട്. 15-ാം പ്രതിയായ ശരത്ത് ദിലീപിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ദിലീപിന്റെ സുഹൃത്തു കൂടിയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്കൊപ്പം മുബഷീറുണ്ട്. മുബഷീർ, ഇപ്പോൾ ദിലീപിന്റെ വീട്ടിനുള്ളിൽ 15-ാം പ്രതിയായ ദിലീപിന്റെ സുഹൃത്തു കൂടിയായ ശരത്ത് കൂടിയുണ്ട്. ബാലചന്ദ്രകുമാറിന്റെ മൊഴി വന്നതിനു ശേഷമാണ് ശരത്തിനെ പ്രതിപട്ടികയിൽ ചേർക്കുന്നത്. ഈ കേസിൽ ഏറ്റവും നിർണായകമായ വഴിത്തിരിവ് ശരത്തുമായിട്ടുള്ള സംഭാഷണമായിരുന്നു. അല്പസമയത്തിനുള്ളിൽ ദിലീപ് അവിടെ നിന്ന് പുറപ്പെടുമെന്ന് തോന്നുന്നു. മാധ്യമങ്ങളെ കാണുന്നില്ല, ആരും ഒരു പ്രതികരണവും നൽകിയിട്ടില്ല, അല്ലേ? ഒരു പ്രതികരണവും നൽകിയിട്ടില്ല അരുൺകുമാർ. അല്പസമയത്തിനുള്ളിൽ തന്നെ ദിലീപ് ഇവിടെ നിന്ന് പുറത്തിറങ്ങും. ആലുവയുടെ വീട്ടിലേക്ക് ദിലീപിന്റെ സഹോദരൻ അനൂപിന്റെ കുടുംബം ഇങ്ങോട്ടേക്ക് അല്പസമയം മുമ്പ് എത്തിച്ചേർന്നു. അല്പസമയം മുമ്പ് ഈ കേസിലെ 15-ാമത്തെ പ്രതി കൂടിയായിട്ടുള്ള ശരത്തും ഇങ്ങോട്ടേക്ക് ഇന്നോവ കാറിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 9 മണി അല്ലെങ്കിൽ 9:30യോടുകൂടി ദിലീപും ഈ സംഘവും ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങും. നേരെ എറണാകുളം കോടതിയിലേക്ക് തന്നെയായിരിക്കും ഇവിടെ നിന്ന് പോകുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേസിലെ 15-ാമത്തെ പ്രതിയായിട്ടുള്ള ശരത്ത് അല്പസമയം മുമ്പാണ് ഈ ഒരു വീട്ടിലേക്ക് എത്തിച്ചേർന്നത്. നമുക്കറിയാം, നേരത്തെ ബാലചന്ദ്രകുമാർ റിപ്പോർട്ടറിലൂടെ വെളിപ്പെടുത്തൽ നടത്തിയ സമയത്ത് VIP എന്നുള്ളതായിരുന്നു ശരത്തിനെ വിശേഷിപ്പിച്ചിരുന്നത്. ഇവിടെയുള്ള ഒരു വ്യവസായി കൂടിയായിരുന്നു. ദിലീപിന്റെ പ്രധാനപ്പെട്ട കൂട്ടാളിയാണ്. ഈ ഒരു കൃത്യത്തിൽ നേരിട്ടല്ലാതെ ഇതിന്റെ ഗൂഢാലോചന ഉൾപ്പെടെ പങ്കെടുത്ത വ്യക്തിയാണ്. പിന്നീട് ഈ ഒരു സംഭവം നടന്നതിനു ശേഷം പല ഘട്ടങ്ങളിലായി തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ച വ്യക്തിയാണ് ഈ ശരത്ത് എന്നുള്ളത് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. അത്തരത്തിൽ ദിലീപുമായിട്ട് നേരിട്ട് ബന്ധമുള്ള വ്യക്തിയാണ്. ആ പ്രതിയാണ് ഇപ്പോൾ ദിലീപിന്റെ വീട്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. അല്പസമയത്തുള്ളിൽ തന്നെ ഇവർ വീട്ടിൽ നിന്നും കോടതിയിലേക്ക് തിരിക്കും. എന്തായാലും ദിലീപിന്റെ സഹോദരനായിട്ടുള്ള അനൂപ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഒരു പ്രതികരണ നിലവിൽ നമുക്ക് കുടുംബാംഗങ്ങളിൽ നിന്നും ലഭിച്ചിട്ടില്ല. അനൂപിന്റെ ഭാര്യ ഉൾപ്പെടുന്ന കുടുംബമാണ് അല്പസമയം മുമ്പ് ഒരു വീട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. എന്തായാലും ശരത്തും ഉൾപ്പെടെ എത്തിച്ചേർന്ന സാഹചര്യത്തിൽ അല്പസമയത്തിനുള്ളിൽ തന്നെ ദിലീപ് ഇവിടെ നിന്ന് ഇറങ്ങും, നേരെ കോടതിയിലേക്ക് പോകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും കേസുമായി ബന്ധപ്പെട്ട പല നടപടികൾ നേരത്തെ നടന്ന സമയത്ത് അതിനാടകീയമായ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു വീട്ടിൽ നിന്ന് തന്നെ ദിലീപ് നിർണായകമായിട്ടുള്ള ഒരു വിധി ഇന്ന് പുറത്തു വരുമ്പോഴും കോടതിയിലേക്ക് യാത്ര തിരിക്കാൻ പോകുന്നു. 9 മണി 9:30യോടുകൂടി തന്നെ ദിലീപ് ഇവിടെ നിന്ന് ഇറങ്ങും. എന്തായാലും അനൂപും കുടുംബവും എത്തിയിട്ടുണ്ട്, ശരത്തും എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി മറ്റാരും എത്താനുള്ള സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ ഇവർ ഒരുമിച്ചാകും കോടതിയിലേക്ക് ഇവിടെ നിന്നും യാത്ര തിരിക്കുക. അരുൺകുമാർ. ഓക്കെ, 15-ാം പ്രതിയായ ശരത്ത് ഇപ്പോൾ ദിലീപിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ അവർ ഇരുവരും കോടതിയിലേക്ക് പുറപ്പെടും. 2 ഇന്നോവ കാറുകളിലായിട്ടായിരിക്കും പോവുക. നമുക്കതിന്റെ തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് നൽകാം. എന്തായാലും ദിലീപ് ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ഇന്നിപ്പോൾ വിധിക്ക് ശേഷം തിരികെ വീട്ടിലേക്ക് മടങ്ങുമോ അതല്ല ജയിലിലേക്ക് പോകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രിയപ്പെട്ട പ്രേക്ഷകർ, അമിതമായ പ്രതീക്ഷ പ്രേക്ഷകർക്ക് വേണ്ട. പ്രതീക്ഷയ്ക്കുമപ്പുറം നീതിക്ക് വേണ്ടിയുള്ളൊരു പോരാട്ടമാണ്. ഈ പോരാട്ടം ഇവിടെ അവസാനിക്കുന്നില്ല. ഈ പോരാട്ടം തുടരുക തന്നെ ചെയ്യും എന്നാണ് അതിജീവിത പറഞ്ഞിരിക്കുന്നത്. അതിജീവിത കോടതിയിലേക്ക് എത്തില്ല ഈ വിധി കേൾക്കാൻ. അതിജീവിത വീട്ടിൽ തന്നെ തുടരുന്നുണ്ട്. പ്രേക്ഷകർക്കറിയാം, 8.5 വർഷം അതിജീവിത അനുഭവിച്ച മാനസികമായ ബുദ്ധിമുട്ട്, ഏത് ട്രോമാറ്റിക് സിറ്റുവേഷനിലൂടെയാണ് ആ പെൺകുട്ടി കടന്നുപോയത്. നമുക്ക് ആ പെൺകുട്ടിയോട് ചേർന്ന് നിൽക്കാൻ കഴിയാത്ത ഒരു വിഭാഗം ആളുകൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴുമുണ്ട്. അവർക്കൊക്കെ വ്യക്തമായ താല്പര്യങ്ങളോ അതല്ലെങ്കിൽ മറ്റ് പ്രത്യേക നിലപാടുകളോ ഉള്ളവരാണ്. അവരൊന്നും തന്നെ ഒരു പുരോഗമന സമൂഹത്തിൻ്റെ പ്രധാനപ്പെട്ട ശബ്ദമായി മാറുന്നില്ല. എന്നാൽ അവർ വിലക്കെടുത്ത ശബ്ദങ്ങളിലൂടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇതിനകം പ്രചരണം തുടങ്ങിയിട്ടുണ്ട്. അതൊരു തിരക്കഥയായിരുന്നു എന്ന മട്ടിലുള്ള പ്രചരണമാണ്. എല്ലാ തെളിവുകളും നമ്മുടെ മുന്നിലുണ്ട്. റിപ്പോർട്ടർ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിച്ച തെളിവുകൾ, 1-ാം പ്രതിയായ പൾസർ സുനിയുടെ വാക്കുകൾ തന്നെ റിപ്പോർട്ടർ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. ആ 1-ാം പ്രതിയായ പൾസർ സുനി വളരെ കൃത്യമായി പറയുന്നുണ്ട്, 1,80,00,000 രൂപയിൽ 70 ലക്ഷം രൂപ കിട്ടി, 80 ലക്ഷം രൂപയോളം ഇനി കിട്ടാനുണ്ട്. ആ പണം നൽകിയത് എങ്ങനെയാണ്, പണം പല സമയങ്ങളിലായിട്ട് ആവശ്യപ്പെടുമായിരുന്നു, എന്തൊക്കെയായിരുന്നു വാഗ്ദാനങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ പൾസർ സുനി തന്നെ റിപ്പോർട്ടർ ടിവിയോട് റോഷി പാലിനോട് വെളിപ്പെടുത്തിയത് പ്രേക്ഷകർ കേട്ടതാണ്. കേസിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള മൊഴികളും ബാലചന്ദ്രകുമാറുമായിട്ടുള്ള അഭിമുഖവുമെല്ലാം ഈ കേസിൽ നിർണായക വഴിത്തിരിവായതാണ്. ബാലചന്ദ്രകുമാറിനെ ഒരു നിമിഷം നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. ഈ കേസിൽ ബാലചന്ദ്രകുമാറിന്റെ ശാരീരികാവസ്ഥ വളരെ മോശമായിട്ടുകൂടി കോടതിയിൽ അതിജീവിതയ്ക്കൊപ്പം നിലപാടെടുത്ത് പലതവണ വന്നയാളാണ് ബാലചന്ദ്രകുമാർ ഇന്ന് നമ്മളോടൊപ്പം ജീവനോടെയില്ല. മറ്റൊരു ലോകത്തിരുന്നൊരു പക്ഷേ ബാലചന്ദ്രകുമാറും PT തോമസുമെല്ലാം ഈ കേസിന്റെ വിധി കേൾക്കുമായിരിക്കും. അവരുടെയൊന്നും എഫേർട്ടുകൾ, അവരുടെയൊന്നും ശ്രമങ്ങൾ പാഴായി പോകില്ല എന്ന് തന്നെ നമുക്ക് കരുതാം. ഇനി 2 മണിക്കൂർ 4 മിനിറ്റ് സമയം മാത്രമേ ബാക്കിയുള്ളൂ നിർണായകമായ ആ വിധിക്ക് വേണ്ടി. രാജ്യം കാത്തിരിക്കുന്ന വിധിക്ക് വേണ്ടി. കാലം അതിൻ്റെ ചുവരിൽ രേഖപ്പെടുത്താൻ പോകുന്ന വിധിയായി മാറും എന്ന കാര്യത്തിൽ ഒരു സംശയം